ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മൈസൂരിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കാക്ക ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടോ? ഇപ്പോൾ എന്താല്ല കാക്കക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഭക്ഷണം ഉണ്ടാക്കാൻ. ഉച്ചക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഉച്ചക്ക് ലോഡാ ഇനി ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ലോഡാവുമെന്ന് കരുതിയിട്ടേ ആകാമെന്ന് കരുതിയിട്ടപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ പുറത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര ചിലവാണ്. ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് പലർക്കും അഭിപ്രായം ഉണ്ട്, നിങ്ങൾ ഇടത്തെ ഭാഗത്തല്ല കിച്ചൺ നല്ലത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഇതായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ സെൻട്രലാണ് പെട്ടി വരുന്നത്. സെൻട്രൽ പെട്ടി വരുമ്പോൾ നമുക്ക് കുലുക്കം കുറയും. അപ്പോൾ സാധനമൊക്കെ നമ്മൾ വെച്ച മാതിരിക്കാനേ നിൽക്കും. പക്ഷെ ബാക്കത്തെ പെട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും നിൽക്കില്ല, ആകെ ഇളകി മറിഞ്ഞ്. അപ്പോൾ ബാക്കത്തെ പെട്ടിയിലാണ് നമ്മൾ സാധനം ഉണ്ടാക്കേണ്ടത്. സൗകര്യമുള്ള പെട്ടിയാണ്, ഒരാൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ്റെ ഉള്ളിൽ. ഞങ്ങൾ ബാക്കി സാധനങ്ങളൊക്കെ ഇപ്പോൾ ആ പെട്ടിയിൽ വെച്ച് കണ്ടിപ്പോൾ ആകാ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ അഭിപ്രായം, ബാക്കിലല്ലേ ഇത് അല്ല ഇടത്തെ ഭാഗത്തല്ലേ കിച്ചണ് നല്ലത് എന്ന് വീഡിയോ കണ്ടപ്പോഴേ. ആ അതെ. അപ്പോൾ നമ്മൾ ഈ ചുരം അതുപോലെ 50 ചാടി പോകുമ്പോൾ നമ്മൾ വെക്കണ സാധനമൊക്കെ തല തിരിഞ്ഞുണ്ടാവുക. ബേസിക്സ് ആയതുകൊണ്ടാണ് ഇപ്പോൾ. അല്ലെങ്കിൽ നമുക്ക് ഈ സൈഡിൽ ഗ്യാപ്പ് കിട്ടും, ഹാർഡ് ബ്ലോക്ക് ഉള്ളതുകൊണ്ട്. അതാ ഇതുപോലെ തന്നെ സൗകര്യം, ഏത് ഭാഗത്താണ് സൗകര്യം നിർത്താൻ സൗകര്യം വെച്ചാൽ ആ ഭാഗത്തേക്ക് നിർത്തും. വലത്തെ ഭാഗത്തേക്കാണ് നമ്മൾ രസം ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മൾ വലത്തെ ഭാഗം സൈഡാക്കി നിർത്തും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സൈഡാക്കി എടുത്താം. അപ്പോൾ ഇന്ന് ലോഡൊന്നും ആയിട്ടില്ല. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്, ഇന്നലെ രാത്രി വന്നാണ്. നാളെ എന്തെങ്കിലുമൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ലോഡായിട്ടുണ്ട്. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയായി. ചൊവ്വാഴ്ചയാണ് നമ്മൾ വന്നത്. ചൊവ്വാഴ്ച രാവിലെ വന്നതാണ്. 2 ദിവസമായി. ബുധനാഴ്ച ചൊവ്വാഴ്ചയും ബുധനാഴ്ച നമുക്ക് ലോഡായില്ല. ഇന്നിപ്പോൾ വ്യാഴാഴ്ച ആയത്. നമ്മൾ മാണ്ടിയ മഴയാണ് കേട്ടോ. മഴ ഇവിടെ ഷെഡോ കാര്യങ്ങളൊന്നുമില്ല. ഇവരിതുപോലെ ഈ നെല്ലിനൊക്കെ പായിട്ട് മാതിരി അവിടെ സെൻറ്ററിലൊരു പായിട്ട് കണ്ട് വലിച്ചു കെട്ടിയാൽ ലോഡ് കയറ്റാം. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. മഴ ഇങ്ങനെ ചാരിക്കൊണ്ട് നിൽക്കുകയാണ്. മഴൻ്റെ ചാറിൽ നിന്നാലേ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് 2 സ്ഥലത്തു നിന്ന് ലോഡ് കയറ്റണം, 2 മില്ലിൽ നിന്ന്. ഇവിടെ ഈ മില്ല് നമുക്കൊരു 8 ടണ്ണ് കയറ്റണം. പിന്നെ ബാക്കി 17 ടണ്ണ് വേറെ മില്ലിൽ പോകണം. നമുക്ക് 2 ഡെലിവറി ഉണ്ട്. മലപ്പുറം തിരൂരാണ് നമുക്ക് ഡെലിവറി വരുന്നത്. മലപ്പുറത്തേക്ക് 8 ടണ്ണ്, തിരൂർക്ക് 17 ടണ്ണും അങ്ങനെയാണ് വരുന്നത്. 1300 റുപ്യ നമുക്ക് വാടക വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ലോഡ് കയറ്റണം. ഈ മഴ നിന്നിട്ടാലും ലോഡ് കയറ്റൽ നടക്കുള്ളൂ. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ അടുത്ത മില്ലിലെത്തിയിട്ടുണ്ട്. നമ്മൾ 2ാമത്തെ മില്ലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വേറെ വണ്ടി കയറ്റാണ്ട്, ഒരു 14 വീല്. അത് കയറ്റി ലോഡായതിൻ്റെ ശേഷം നമ്മളിത് കയറ്റുള്ളൂ. നേരെ ഇപ്പോൾ സമയം 3:30 മണിയായി. അപ്പം എന്തായാലും ഇന്ന് കാർഡ് പാസിങ് കിട്ടില്ല. ഇനിയിപ്പോൾ നാളെ കാർഡ് തുറന്നിട്ട് ഇറങ്ങലേ നടക്കുള്ളൂ. ഇനിയിപ്പോൾ എപ്പോഴാണ് ലോഡ് കയറ്റി ആവാൻ തന്നെ അറിയില്ല. അപ്പോൾ സംഗതികളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ആ വണ്ടികളിലാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി തന്നെയാണ് ആദ്യം ലോഡ് ചെയ്യണം കേട്ടോ. നമ്മളവിടെ പായൊക്കെ കഴിച്ച് കൊടുക്കാൻ പറഞ്ഞ് അതൊന്ന് പായ കഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ വണ്ടി ലോഡിങ് നടന്നുകൊണ്ടിരിക്കുക. തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ടായിരുന്നു. പച്ചരിയാണത്, ഡബിൾ ഹോയ്സിൻ്റെ പച്ചരി. അപ്പോൾ നമ്മളെ ലോഡിങ് തീർന്ന് പായിട്ട് കൊണ്ടിരിക്കുകയാണ്. സമയം 10:30 മണിയായിട്ടോ. മറ്റേ വണ്ടി കയറ്റി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളെ വണ്ടി കയറ്റിയത്. ആദ്യം കുറച്ച് കയറ്റി, പിന്നെ ആ വണ്ടി ഫുള്ളാക്കിൻ്റെ ശേഷം കയറ്റിയത്. അപ്പോൾ ആ കയറിട്ട് കൊണ്ട് നിൽക്കുകയാണ്. ഇത് അടുത്ത അരി ഇങ്ങനെ സ്റ്റോക്കായി കൊണ്ടിരിക്കണം. അവിടെ ഒരു കൂട്ടം, ഇവിടെ ഒരു കൂട്ടം. വിസിൽ വന്നിങ്ങനെ ചാടുകയാണ്. ഒരു പായ് ബില്ലൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പായിട്ട വണ്ടി വിടാൻ നമുക്ക്.
മൈസൂർ ടോളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. നേരം 12:45. അപ്പം ഇങ്ങനെ ചെറിയൊരു ഉറക്കം വരിക. അപ്പോൾ ഒന്ന് ചായ കുടിക്കാമെന്ന് കരുതി സൈഡാക്കിയാണ്. ഇതിൽ ഇവിടെ അല്ലാതെ വേറെ എവിടെയും ചായ കിട്ടൂല. 10-15 കഴിഞ്ഞാൽ ഇതിനൊന്നും ചായക്കട ഇല്ല. അപ്പോൾ ഇവിടെ ചായക്കട ഉണ്ട്. അപ്പോൾ ഒരു ചായ കുടിച്ച് പോയി പമ്പിൽ സൈഡാക്കി കിടക്കാം. രാവിലെ ഡീസൽ അടിച്ചിട്ട് പുറപ്പെടണം. ഗുണ്ടൽപേട്ട പമ്പിലാണ് ഇപ്പം നമ്മളുള്ളത് കേട്ടോ. രാത്രി 2 മണിക്കാണ് നമ്മളിവിടെ എത്തിയത്. 6:45 നമ്മൾ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ കാട് കയറണം. നല്ല ഊട്ടിമഴ എന്ന് പറഞ്ഞ ഒരു ചാറൽ മഴയാണ്. അപ്പോൾ കാടിറങ്ങി ഗൂഡല്ലൂർ എത്തുന്നതിന് മുമ്പ് ചെറിയൊരു നോയിൻ്റ് ടൈം ഉണ്ട് നമുക്കിപ്പോൾ ഗൂഡല്ലൂർ. അപ്പോൾ വലിയ വണ്ടികൾ പോകില്ല. അപ്പോൾ അതിനു വേണ്ടി സൈഡാക്കി ഇട്ടതാണ്. ഒരു 1/2 മണിക്കൂറുണ്ടാവും. നമ്മൾ തിരൂരിൽ എത്തിയിട്ടുണ്ട്. ഒരു 3-3:30 ആയപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലോഡ് ഇറക്കിയിട്ടില്ല. തിരൂർ റെയിൽവേ സ്റ്റേഷൻ റോട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററിൻ്റെ അടുത്ത് പോയിട്ടാണ് ഷോപ്പുള്ളത്. അപ്പോൾ അവിടെ വേറെ വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. നിർത്താനുള്ള സ്ഥലം ഇത് മലപ്പുറത്ത് ഇറക്കാണ്ട്. ഇത് കഴിഞ്ഞ് ഇനി എപ്പോഴാണ് മലപ്പുറം ഇറക്കലെന്ന് അറിയില്ല. ഇതുവരെ വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മഴക്കാറൊക്കെ ആയി തുടങ്ങി. കാലാവസ്ഥ ഒക്കെ മാറി. മഴ പെയ്താൽ ഇറക്കലൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ചങ്ങായിമാരെ 7:15 സമയം. നമ്മൾ ഇറക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. അത് 1 വേ ആണ് റോഡ്. റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നോട്ടുള്ള റോഡാണ്. അപ്പോൾ ഇങ്ങനെ നല്ല മഴയായിരുന്നു വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ അട്ടിക്ക് ഇങ്ങനെ പോയി മടക്കിച്ച് കൊടുക്കണം. ഇതാണ് നമ്മളെ ഷോപ്പ്. ബഷീർ സ്റ്റോറാണ്. അതിന് ഇറക്കി തീരോളത്തിന് മഴ പെയ്യാ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പായൊക്കെ ഉണ്ട്. പക്ഷെ നെറ്റാണെന്നുള്ളത്. നെറ്റിൻ്റെ ഷീറ്റ് വലിച്ചെട്ടിക്കണം. അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. അപ്പോൾ ലോഡ് ഇറക്കട്ടെ. അപ്പോൾ ശനിയാഴ്ചയാണ് നമ്മൾ ലോഡ് ഇറക്കണത് കേട്ടോ. ഇന്നലെ വെള്ളിയാഴ്ച ഇന്നലെ കുറച്ച് ഇറക്കിയുള്ളൂ. ചാക്കിന് മോശം കൊണ്ട് ഇന്ന് ഫുള്ള് മഴയായിരുന്നു. പായൊക്കെ വലിച്ച് കെട്ടി ഭയങ്കര ബുദ്ധിമുട്ടി ഇറക്കാൻ. പണിക്കാരും ഞങ്ങളും മഴ കൊണ്ടിട്ടോ എന്തോ പനിയൊക്കെ വന്ന് എനിക്ക്. അപ്പം നമ്മൾ മലപ്പുറത്ത് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്കൽ ഇൻഡസ്ട്രിയൽ ഏരിയൻ്റെ ഉള്ളിലാട്ടോ. നമ്മളെ മലപ്പുറം ഭാരത് ബെൻസിൻ്റെ ഒക്കെ അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. വേങ്ങര ലോഡ് ഇറക്കിയിട്ട് വേങ്ങരല്ല പിന്നെ തിരൂർ ലോഡ് ഇറക്കിയിട്ട് ഇന്നലെ രാത്രിയാണ് നമ്മൾ മടങ്ങിയെത്തിയത്. രാത്രി 7:00-ക്കാണ് ലോഡ് ഇറക്കി കഴിഞ്ഞത്. അവിടെ വെള്ളിയാഴ്ച നമ്മൾ ചെന്നിട്ട് രാത്രി കുറച്ച് ചാക്ക് ഇറക്കിയുള്ളൂ. ചാക്ക് കുറച്ച് ചാക്ക് മോശമാണ്. അരി നല്ല അരിയാണ്. ചാക്കിന് ചെറിയ ഹോൾസെല്ലാം ഉണ്ട്. നുറുക്കരി ആയതുകൊണ്ട് ചെറിയ ഹോൾസ് മതി. മണൽ പോണ മാതിരി പോവുക. അപ്പോൾ ഒരു കട്ടിടാനാണ്. ഇത് പിന്നെ പൊടിമില്ലാണ്. അവർക്ക് മെഷീനിൽ തട്ടിയാൽ മതി. അപ്പോൾ അവിടെ തിരൂർ കുറച്ച് സ്വീപ്പായി. നമ്മൾ സ്വീപ്പായി എന്ന് പറഞ്ഞാൽ പോരാ. അത്യാവശ്യം നല്ല സ്വീപ്പായി. ഇതുവരെ പെട്ടു എന്ന് പറഞ്ഞാൽ പോലെ ഒന്നുമില്ല. ഇപ്രാവശ്യം നല്ല അടഞ്ഞ് 18-ൻ്റെ പണിയല്ല 36-ൻ്റെ പണിയാണ് കിട്ടിയത്. 36-ൻ്റെ പണിയാണ് കിട്ടിയത്. അതിനിടയിൽ ഇന്നലെ ഒന്ന് പനിച്ചും ചെയ്തു. പിന്നെ അതുകൊണ്ട് അവിടുത്തെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ വെള്ളിയാഴ്ച രാത്രി ഇറക്കിയപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോ എടുത്താണ്. ഇറക്കുന്നുണ്ട് എന്നൊക്കെയുണ്ട്. പക്ഷേ അവിടെ കുറച്ച് ഇറക്കിയുള്ളൂ കേട്ടോ. ഒരു 50 ചാക്ക് ഇറക്കിയാൽ ഒരു 35 ചാക്ക് നല്ലത് കിട്ടുള്ളൂ. ബാക്കി 15 ചാക്കിന് പൊട്ട് കിട്ടിയ പോലെ രാത്രി ബുദ്ധിമുട്ട് ഇറക്കാൻ കഴിയില്ല. അങ്ങനെ അവിടെ നിർത്തിയിട്ട് പിന്നെ ശനിയാഴ്ചയാണ് ഇറക്കി കഴിഞ്ഞത്.
ഇവിടെ ഇറക്കുന്നുണ്ട്. ഇറക്കി തീർന്നാൽ നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ ചാക്കിൻ്റെ അവസ്ഥ കേട്ടോ. മുമ്പത്തെ ചാക്ക് കുഴപ്പമില്ല, പക്ഷേ ബാക്കിൽ വന്ന ചാക്കുകളൊക്കെ പൊട്ടിയിട്ട് അരി ഉണ്ടല്ലേ വേദറിയിക്കണം. ചാക്കിന് ചെറിയ ഹോൾസ് ഉണ്ടായിട്ട് ഇതിനൊക്കെ കുത്തുപോലത്തെ ഹോൾസ് ഇതാ ഉക്കിട്ടിട്ടാണത്. അത് കാരണം ആ ചെറിയ ഹോൾസ് വന്ന കാരണം നമ്മൾ ഒരു ദിവസം തിരൂരിൽ ലോഡ് ഇറക്കാതെ നിന്നു. എന്താക്കാ പറയാള്? അതെ, അവർ ചാക്ക് തിരഞ്ഞ് പിടിച്ചാണ് ഇറക്കിയത്. അപ്പോൾ ഇത് മലപ്പുറം കമ്പനിയാണ് ഒക്കെ പൊടിയാക്കി വെച്ചാട്ടോ. അയ്യപ്പ അങ്ങനെന്താ പേര്, പൊടിക്കമ്പനിയാണ്, മില്ലാണ്. അടിപൊളിയാണ്. ഉഷാറാണല്ലേ? നിങ്ങൾ വാങ്ങിനോ? മുമ്പ് വാങ്ങിനോ? ഇപ്പോൾ പാക്കറ്റ് തന്നോ? നമുക്ക് തന്നോ? ടേസ്റ്റൊക്കെ തന്നോ? കൊണ്ടുപോയി വെക്കാനോട്. അല്ല, അങ്ങനെ എന്തേലൊക്കെ നമുക്ക് കിട്ടുള്ളൂ അല്ലേ? ആ പെട്ടിയിലൊക്കെ എന്താണോ അല്ലേ പാക്കറ്റാക്കി വെച്ചാണോ? പെട്ടി പാക്കാക്കിക്കാണ്ട്. അപ്പോൾ പണിക്കാർ ചായ എടുക്കാൻ പോയതാണ്. 1 2 3 4 ഒരു 4.5 അട്ടിയും കൂടി ഉണ്ട് ചാക്ക്. ഇപ്പം മഴ നല്ല കാലാവസ്ഥയാണ്, തെളിഞ്ഞ കാലാവസ്ഥയാണ്, അതിന് കുഴപ്പമില്ല. ഷെഡിൻ്റെ പുറത്താണ് വണ്ടി നിൽക്കുന്നത്. അവിടെയൊക്കെ തിരൂരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. സീറ്റൊക്കെ കെട്ടി ആണ് ലോഡൊക്കെ ഇറക്കിയത്. സീറ്റൊക്കെ കെട്ടിയിട്ട് കാലാവസ്ഥ തെളിഞ്ഞ കാലാവസ്ഥയാണ്. പകുതിയിലധികം വണ്ടി പുറത്താണ്. ആകെ 2 ഇച്ചിരി ആകെ ഷെഡിൻ്റെ ചോട്ടൊക്കെ നിൽക്കണുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഷെഡുണ്ട്, ഇതിൻ്റെ ഉള്ളിലൊക്കെ നിർത്താനുള്ള സൗകര്യം. അടുത്ത മാസം 3-ാം തീയതി ഒരു ഫങ്ഷൻ ഉണ്ട് കുടുംബത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ലോങ് എടുക്കാഞ്ഞത്. മൈസൂർ പോയി 2 ദിവസം ആൾട്ടായില്ലേ. അപ്പോൾ അന്ന് കിട്ടിയേക്കാണെങ്കിൽ നാഗ്പൂർ എവിടെയൊക്കെ ഒന്ന് പോകാമെന്ന് കരുതിയാണ്. സൺഡേസ് ആൾട്ടായിക്കാണ്, പിന്നെ ടൈമില്ല ലോങ് പോകാൻ. അപ്പോൾ അതാ ലോക്കലെടുത്ത് പോകുന്നത്. ഇനിയിപ്പോൾ ആ ഫങ്ഷൻ കഴിഞ്ഞിട്ട് ലോങ് പോയാലേ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേമാതിരി സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.